ഇന്ന് ഞാനുള്ളത് ദരീൻ ഫാമിലി പാർക്കിലാണ് ഞാനുള്ളത്. ഇവിടെ നിന്ന് തിരക്ക് കുറവാണ്. അവിടെ സ്കൂളൊക്കെ അവധിയായത് കാരണം ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ്. എന്നാലും അടിപൊളിയാണെന്ന് പാർക്കിലെ കാലാവസ്ഥ കേട്ടോ. പാർക്കിലെ കാലാവസ്ഥ എന്നല്ല, ഇന്ന് ജുബൈലിൻ്റെ മൊത്തത്തിൽ കാലാവസ്ഥ അടിപൊളി. സമ്മറിൽ ഞാൻ ഒരു 3-4 മാസത്തിന് ശേഷം ഇത്രയും നല്ല കാലാവസ്ഥ ഇന്ന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ തീരെ ചൂടില്ല, അടിപൊളിയായിട്ട് വെളിയിലിരിക്കാം കേട്ടോ. ഒരു 36-35 ഡിഗ്രി ചൂടേ ഉണ്ടാവുള്ളൂ. എന്നാൽ വണ്ടിയിലൊക്കെ കാണിച്ച് 38 ഡിഗ്രിയാണ്. ഇന്ന് പുറത്ത് വന്നപ്പോഴത്തേക്കും അതൊരു 36-35 ഡിഗ്രി ചൂടൊക്കെ ഉള്ളൂ. നല്ല രസമുണ്ട്. നമ്മൾ ഇവിടുത്തെ ഈ പാർക്കിൻ്റെ ലോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടിട്ടാണ്. അതിനി അടുത്ത് സ്റ്റാർട്ടാകുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം. ഇവിടെ ഇപ്പോൾ കുട്ടികൾ സൈക്കിളൊക്കെ ചവിട്ടി കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികളല്ല, വേറെ കുട്ടികളൊക്കെ ആ സ്ഥലത്ത് കുട്ടികൾ സൈക്കിൾ ചവിട്ടി കളിക്കുക. ഇത് വലിയൊരു ഫാമിലി പാർക്കാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഇതെല്ലാം കുന്നുകളൊക്കെ ഇവിടെ സൃഷ്ടിച്ചെടുത്തതാണ്. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്ലെയിനായിട്ട് കിടന്ന സ്ഥലമാണ്, മരുഭൂമിയായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ചെടുത്തതാണ്. കുറച്ച് ഫാമിലീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തിരക്കില്ല. സ്കൂൾ ഹോളിഡേയ്സ് ആയത് കാരണം തിരക്ക് തീരെ കുറവാണ്. പക്ഷേ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്ന് ഇത്രയും നല്ല കാലാവസ്ഥ ഉണ്ടാവുള്ളൂ. നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളി കാലാവസ്ഥ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളും കുറച്ച് നേരം ഇവിടെയൊക്കെ ചിലവഴിച്ചിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. കണ്ടോ, ഇതാണ് വാട്ടർ ഡാൻസ്. കുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ത്രില്ലായിരിക്കുന്നത് കേട്ടെ. എൻ്റെ മോളും മോനും ഒക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ. അവർക്കത് ഭയങ്കര ഹാപ്പി. എന്ത് ഡ്രസ്സെല്ലാം നനച്ച് റെഡിയാക്കി എടുക്കുന്നതാണ് തോന്നണേ. ചോട്ടു, ഡ്രസ്സൊന്നും കൊളാക്കരുതേ. ഇത് പിള്ളേർക്കൊരു ഭയങ്കര ഹാപ്പി മൂഡാണ്. പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ രാത്രിയിൽ പുറത്തു വന്നതാണ്. തീരെ കാലാവസ്ഥ പ്രശ്നമായത് കാരണം വരലേ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, തണുപ്പ് കഴിഞ്ഞതിന് ശേഷം ചൂട് തുടങ്ങി ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. അല്ലാത്ത ഹ്യൂമിഡിറ്റിയും അതിഭയങ്കരമായ ചൂടും ഒക്കെയായിരുന്നു. ഇന്ന് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കാലാവസ്ഥ ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം സൂപ്പറായിരിക്കും കാലാവസ്ഥയെന്ന് കേട്ടോ. ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. വാഹനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം ചിലപ്പം മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ ചൂട് കുറവായതുകൊണ്ട് കാലാവസ്ഥ നല്ലതാണെന്ന് മനസ്സിലായി. ഇങ്ങനെ ജനങ്ങൾ ശരിക്കും വരുന്നുണ്ട്. എന്തായാലും ഈ ഇവിടത്തെ പരിപാടീസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മേളിലേക്ക് പോകണ്ട. ഇവിടെ ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ കടലും കുറേ അകലെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, കുടിവെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എന്തെങ്കിലും കുക്ക് ചെയ്യണോ, വെള്ളം കുടിക്കണോ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട്. അവിടെ ചെറിയ ബാസ്ക്കറ്റ് ബോളൊക്കെ കളിക്കാം. പിന്നെ കുറച്ച് ടോയ്സ് ഉണ്ട്. എല്ലാം നല്ല പുതിയ ടോയ്സാണ് കേട്ടോ. നല്ല ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട് ഇവിടെ. ക്ലീൻ ചെയ്ത് നല്ല സൂക്ഷിക്കും. പിന്നെ അതുപോലെ ആവശ്യം പോലെ കോഫി ഷോപ്പുകൾ, കുറേ കോഫി ഷോപ്പുകളുണ്ട്. ഈ കോഫി ഷോപ്പുകൾ എല്ലാം പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇപ്പം സ്റ്റിൽ വെക്കേഷനാണ്. ഇനി ഒരു 2 വീക്സ് കൂടെ കഴിഞ്ഞാൽ വെക്കേഷൻ കഴിയും. അപ്പോഴത്തേക്കും ഇവിടെ ഫുള്ളായിരിക്കും കേട്ടോ. ഇവിടെ എങ്ങും പാർക്കിങ്ങിന് പോലും സ്ഥലം ഉണ്ടാവില്ല. അത്രയ്ക്ക് തിരക്കായിരിക്കും. അതിന് ജനങ്ങൾ മൊത്തം വെക്കേഷനിലാണ്. ഫോറിനേഴ്സും സൗദീസും എല്ലാം വെക്കേഷനിലാണ്. സൗദികളുടെ വെക്കേഷൻ ഈ വരുന്ന ഒരു 2 വീക്സോടുകൂടി അവസാനിക്കും. അത് കഴിയുമ്പോൾ അവർ വന്നു തുടങ്ങും. പക്ഷേ ഫോറിനേഴ്സിൻ്റെ വെക്കേഷൻ നെക്സ്റ്റ് മന്തേ അവസാനിക്കുള്ളൂ. അപ്പോഴേ ആൾക്കാർ വരാൻ സാധ്യതയുള്ളൂ. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതെല്ലാം മൊബൈൽ റെസ്റ്റോറൻറ്റ്സാണ്. ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. കുറേശ്ശെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ വന്ന സമയത്ത് കൂടെ വാഹനങ്ങൾ കുറവായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ വാഹനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഉണ്ട്, ഇതാണ് കുന്ന്. ഇവിടെ അങ്ങോട്ട് നല്ല ഇരുട്ടാണ്. ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അത്രത്തോളം അറിയില്ല. കുറച്ച് ലൈറ്റ് കുറവാണ് ഇവിടെ. എന്തായാലും നമുക്ക് അതിൻ്റെ മേളിലേക്ക് കയറാം കേട്ടോ. ഇത് ഇങ്ങനെ കാണുന്ന ഒരു കുന്നാണ്. ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
ശരിക്കും മുകളിലല്ല, ഇനിയൊരു 5-10 മീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിലേ ആവുള്ളൂ. ഇതിപ്പോൾ ഒരുവിധം മുകളിലാണ്. കണ്ട ഇവിടെ 4 സൈഡിലും ലൈറ്റുണ്ട്. അത് കാരണം വലിയ പ്രശ്നമില്ല. കുട്ടികളൊക്കെ ദേ കളിക്കുന്നുണ്ട്. തിരക്കില്ല കേട്ടോ. പറഞ്ഞില്ലേ, ആൾക്കാർ വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ആരും പ്രതീക്ഷിച്ച് കാണില്ല പെട്ടെന്ന് നിന്നൊരു നല്ല കാലാവസ്ഥയായിരിക്കുന്നു. ദേ അവൻ വീണു, ഉരുണ്ട് താഴേക്ക് പോവുക. അപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഫാമിലീസൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ദൂരെ ഇങ്ങനെ കാണുന്നത് നമ്മുടെ പോർട്ടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതാണ് കടലിൽ ഇങ്ങനെ ലൈറ്റ് കാണുന്നത്. കണ്ടില്ല, അവിടെയൊക്കെ കടലിനുള്ളിൽ ലൈറ്റ് കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കാറ്റുമില്ല, ഇങ്ങനെ ഡെഡായി കിടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. നല്ലൊരു അഗസ്തി മരം നിൽക്കുന്നുണ്ട്. അതിങ്ങനെ പൂത്ത് കഴിഞ്ഞാൽ കൊല കുത്തി പോകും. വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് മൊത്തം മണ്ണിട്ട് പൊക്കിയെടുത്തതാണ് ഈ സ്ഥലങ്ങൾ. 10 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ജനങ്ങളായിരിക്കും, നിറഞ്ഞ് കിടക്കും ഇവിടെ. ഇപ്പോൾ കണ്ടോ, ആരും ഇല്ലാത്ത കാരണം ഇവിടെ സൈക്കിളൊക്കെ, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ്, അത് ഇതെല്ലാം ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ അതൊന്നും ഇവിടെ കാണുന്നില്ല. അതൊക്കെ ഇവിടെയും ഒരൊറ്റ മനുഷ്യരില്ല. അതേ അവിടെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാൾ സാധാരണ അവിടെയാണ് ഈ ടോയ്സും സൈക്കിളും അതും ഇതുമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത്. അവിടെയൊന്നും ആരുമില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ദൂരെ എനിക്ക് തോന്നുന്നു അങ്ങ് കടലിനുള്ളിലേക്ക് റോഡുണ്ട്. അതേ വാഹനം പോകുന്നുണ്ടോ അവിടേക്ക്, ആ ഭാഗത്തുകൂടി ഇങ്ങനെ വാഹനം പോകുന്നുണ്ട്. അത്രയും ദൂരെ ഇങ്ങനെ പോകുമ്പോണ്ട്. അവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഈ ലൈറ്റ് കാണുന്നതൊക്കെ കടലിനുള്ളിലാണ്. പണ്ടാരോ പറഞ്ഞ കണക്ക് കടലിനുള്ളിലെ ഹൈവേ ആണ് ആ കാണുന്നത്. അതല്ല കേട്ടോ, ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതും പിന്നെ റിഗുകളും ഒക്കെയാണ് ആ കാണുന്ന ലൈറ്റ്സ്. കുറച്ച് കൂട്ടമായിട്ട് ലൈറ്റ് കാണുന്നതൊക്കെ റിഗുകളാണ്. പിന്നെ ഈ കാണുന്ന ഭാഗം ജുബൈലാണ്. എന്തായാലും അവിടെയൊക്കെ നിറച്ച് ചെടിയും. അതുപോലെ ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു മലയുടെ മേളിലാണ്. അതുപോലെ അങ്ങോട്ടും അതുപോലെ മലയുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അവിടെയും മലയാണ്. ആ കാണുന്നൊക്കെ മലയാണ്. ഇതാണ് പാർക്കിൻ്റെ അകത്തളം കേട്ടോ. ഈ കാണുന്ന ഭാഗം കണ്ട, ഇത് ഇവിടെ ഇങ്ങോട്ട് ഒരു പൂള് പോലെ കടലിൽ നിന്ന് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും ഓരോ ബ്രിഡ്ജും ഉണ്ട് കേട്ടോ. അതുവഴി വാഹനവും പോവും, ആൾക്കാർക്ക് നടന്നും അപ്പുറ സൈഡിലേക്ക് പോവാം. ഇവിടെ നല്ല വൃത്തിയാക്കിയിട്ട് നല്ല വാഹനങ്ങൾ ഓടാൻ കണക്കാക്കി കുട്ടികൾ, അതായത് സ്കൂട്ടറും സൈക്കിളും ഒക്കെ ചവിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ. അതുപോലെ കുറേ സീറ്റുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കി, ഈ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. അത് പോയിട്ട് അവിടെ സീറ്റുണ്ട്, ആ സീറ്റിലും ഇങ്ങനെ ഇരിക്കാം. ഇതാണ് പൂള് കേട്ടോ. ഇപ്പം നല്ല നിറഞ്ഞ് വെള്ളം കിടക്കുക. ഓക്കെ, രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ അനന്തമായി വെള്ളം നിറഞ്ഞ് കിടക്കുക. അവിടെ പിള്ളേരന്മാർ കയറിയെന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആ ബ്രിഡ്ജിൻ്റെ മേളിൽ. കണ്ടോ, ഇതാണ് ബ്രിഡ്ജ്. ഒരു കടലിന് കുറുകെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണെന്ന് പറയാം, പക്ഷേ അതല്ല, ഒരു പൂളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 സൈഡിലും കടലാണ് കേട്ടോ. ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ കുറേ മണ്ണിട്ടൊരു ഐലൻഡ് മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കുട്ടികളിങ്ങനെ വാഹനം ഒഴിച്ച് കിടക്കുന്ന നോക്കിയാൽ. ഇതിവിടെ ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറും അതും ഇതുമൊക്കെ വാടകയ്ക്ക് കിട്ടും. പക്ഷേ ഇന്നിപ്പോൾ അവരെയൊന്നും ഇവിടെ കാണുന്നില്ല. തിരക്കില്ലാത്തതുകൊണ്ടാണ് അവരാരും വരാത്തത്. പക്ഷെ ഇവിടെ എനിക്ക് നോക്കിയാൽ ഒരൊറ്റ മരങ്ങൾ കരിഞ്ഞ് അങ്ങനെയൊന്നും നശിച്ചു പോയിട്ടില്ല. കടൽക്കാറ്റില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ഉപ്പ് കാറ്റുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മരങ്ങളെല്ലാം നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. നോക്കിയാൽ ഒരൊറ്റ മരങ്ങൾക്കും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. പാർക്കിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പുല്ലിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ നിറച്ച് ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് തീരെ നനൊക്കെ ഇല്ല, ഒരു രസമില്ല കേട്ടോ. ഞാനിങ്ങനെ വൈകുന്നേരത്ത് വന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ജനത്തിരക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരില്ലായിരുന്നു. ഞാൻ പകൽ തന്നെ വന്ന് വീഡിയോ എടുക്കാമായിരുന്നു. ഇവിടെ എല്ലാം നിറച്ച് ചെടി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം മൊത്തം ചെടിയാണ്. ഈ കാണുന്നതൊക്കെ ചെടിയാണ് കേട്ടോ.
കണ്ടല്ലോ, ഈ പാർക്കിൻ്റെ മേളിലേക്ക് മണ്ണിട്ട് പൊക്കി ഒരു മല പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കുന്നുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ രണ്ട് സൈഡിലും അവിടെയും കുന്നാണ്, ഇവിടെയും കുന്നാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു നടവഴിയുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് വെളിയിലേക്ക് പോവാം. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇവിടെ നിന്ന് ആൾക്കാരില്ല കേട്ടോ. ഇവിടെ നിൽക്കും ചെടിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഓക്കെ, അടിപൊളി. അടിപൊളി, ഫുള്ളായിട്ടും ചെടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു നടപ്പാത, അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് പോവാണ്. ഇതാണ് അല്ലെങ്കിൽ വിശേഷം സംഭവം. ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല അവിടെ കാണാൻ. ഇവിടെ കുറേ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ വന്ന് പറ്റിപ്പോയി. തിരക്കില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. വെറും പാർക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും മക്കളെ ഞാൻ അവിടെ കളിക്കാൻ ഏൽപ്പിച്ചിട്ട് വന്നു. അപ്പോൾ അവർ കളിച്ചു കഴിഞ്ഞോ നോക്കാം. നമുക്ക് അവരെയും കൂട്ടി പുറത്തേക്ക് പോവാം. ഇതുവഴി ഇങ്ങനെ വാഹനം വരും കേട്ടോ. ഈ റോഡിൽ കൂടി അപ്പുറത്തേക്ക് പോകാനുള്ള വാഹനങ്ങൾ ഇങ്ങനെ വരും. ഇതേ കണ്ടില്ലേ, ഇതാണ് മറ്റൊരു കുന്ന്. ദേ ഈ കാണുന്നത്, അവിടെ ഒരു കുന്നുണ്ട്. ദേ ആ കാണുന്നത് ഒരു കുന്നാണ്. ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സൗദി അറേബ്യയിലെ വാഗമൺ എന്നാണ് ഗൂഗിളിൽ കാണുക. സൗദി അറേബ്യയിലെ വാഗമൺ. ഇവിടുത്തെ കോഫി ഷോപ്പിൻ്റെ സീറ്റ് നോക്കിയാൽ അടിപൊളി സീറ്റാണ് കേട്ടോ. നല്ല തറയിൽ മാറ്റൊക്കെ വിരിച്ച് ചെറിയ ടേബിളൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 4 ടേബിളുണ്ട്, ചെറുത് ടേബിളും പിന്നെ ചെറിയ ടേബിളും വലിയ ചെയറും. അതുപോലെ അടിപൊളി. ഇത് ലേസർ ഷോയാണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ? വാട്ടർ ഡാൻസ്, ചെറിയ രീതിയിലുള്ള വാട്ടർ ഡാൻസ് എന്ന് പറയും. ചെറിയ രീതിയിലുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ ഡാൻസാണ് ഈ കാണുന്നത് കേട്ടോ, വിത്ത് ലേസർ. ആൾക്കാർ കാണാനൊക്കെ വന്നിരിക്കുന്നുണ്ട്, കുട്ടികൾ വന്നിരുന്നത് കാണുന്നുണ്ട്. അതേ മക്കൾ 2 പേര്, 2 അല്ല 3 പേരും അടിപൊളിയായിട്ട് നനഞ്ഞ് കുളിച്ചത് എങ്ങനെ ഇരിക്കുകയാണ് അതിൽ. കുറച്ച് വാട്ടർ ഡാൻസ് നമുക്ക് കാണാം. ഹായ്, ആർ യു എൻജോയ്ഡ്? His dress is full of wet. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇത് സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. നിറച്ച് കുട്ടികളായിരിക്കും. ഒരാൾ കളിക്കാൻ വേണ്ടി വന്നിരുന്ന മൊബൈൽ എടുത്ത് ഇവിടെ മൊബൈലിൽ കളിക്കാം. ഹായ്, ഹലോ. മൊബൈലിൽ വീഡിയോ കണ്ടോണ്ടിരിക്കുക അല്ലേ? ഓ, ഡിഫറെന്റ് കളറായാലോ. കുട്ടികളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സൈക്കിളും ഇതൊക്കെ ആയിട്ട് സൈക്കിളിൽ വെച്ച് ഓടിച്ച് കളിക്കുകയാണ് അവർ. ഭയങ്കര ഹാപ്പിയാണ്. ചിന്നു, ചോട്ടു. ഓ ഹായ് ഹായ് ഹായ്. മൊത്തം നനഞ്ഞല്ലേ? Who fell? Chotu? Okay. ഇതാണ് ബനാന ബീച്ച് കേട്ടാ. ഈ കാണുന്നതാണ് ബനാന ബീച്ച്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ബീച്ചിൽ ഒരു പ്രത്യേക കോമ്പൗണ്ട് ഉണ്ടാക്കി അതിനകത്തൊരു ബീച്ച്
കുറച്ച് സീറ്റിങ്ങും കുറച്ച് കോഫി ഷോപ്പും അതുപോലെ തന്നെ കുറേ റൈഡുകളൊക്കെ ആയിട്ട് അതാണ് ബനാന ബീച്ച് കേട്ടോ. ഈ കാണുന്നതാണ്. അവിടെ ആൾക്കാർ കുറച്ച് ഇത് വരുന്നുണ്ട്, പക്ഷേ എല്ലാം ഓപ്പണാണ് ബീച്ച്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ എന്ത് പറയാൻ AC-യോ തണുപ്പോ അങ്ങനെയൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ചെറിയ സൗകര്യം, പിന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയർസ് അത് ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോട്ട് റൈഡോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ. ഇപ്പോൾ എന്തായാലും ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അതിനകത്ത് ഫാമിലീസ് ഉണ്ടാവും, അതിനകത്തുള്ള വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ കണ്ടല്ലോ, ഇതെല്ലാം ഈ ബനാന ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഇതാണ്. ഇപ്പം നമ്മൾ പോയ ദരീൻ പാർക്കിൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന സ്ഥലം കേട്ടോ. കുറച്ച് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഈ സ്കൂട്ടർ റെൻറ്റിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. അവിടെ പിള്ളേരിങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. ഇതാണ് ദരീൻ പാർക്കിൻ്റെ ഔട്ട് സൈഡ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇത് ബോദൽ ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ അത് മറ്റുള്ള കെട്ടിടങ്ങൾ. ദേ അവിടെ വരാൻ പോകുന്നത് പുതിയ മോളാണ്. അത് കടലിനുള്ളിലാണ് കേട്ടോ ആ മോള് വരുന്നത്. ഈ കാണുന്നതാണ് പ്രൈവറ്റ് ബോട്ട് പാർക്കിംഗ്. ഇപ്പോൾ ഒരൊറ്റ ബോട്ടും ഇല്ല കേട്ടോ. അവിടെ ഒരു ബോട്ട് കിടക്കുന്നു, ഒന്നോ രണ്ടോ ബോട്ട് കിടക്കുന്നു. ബാക്കിയൊക്കെ രാത്രി പോയതാണോ അതോ അവധി ആയതുകൊണ്ട് ഇവിടെയെങ്കിലും ഇല്ലാത്തതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ബോട്ടില്ല. ഒരു വലിയൊരു ബോട്ടുണ്ട്, 2 കുഞ്ഞു ബോട്ടുകളുണ്ട്, 3 കുഞ്ഞു ബോട്ടുകൾ. അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി ബോട്ടുകളുണ്ടാവും. ഇത് ബോട്ട് പാർക്കിംഗ് ആണ്. ആ കാണുന്നത് ഈ ഏരിയയിലെ ഏറ്റവും വലിയ മസ്ജിദാണ്. പിന്നെ ആ കാണുന്ന ലൈറ്റ് കണ്ടില്ലേ, അങ്ങ് ദൂരെ കാണുന്ന ആ ലൈറ്റ്, അത് ജുബൈൽ സിറ്റിയാണ് കാണുന്നത്. കിലോമീറ്റർ കണക്കിന് ദൂരെയാണ്, അറൗണ്ട് 30 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. ആ കാണുന്ന ഭാഗം അതാണ് ജുബൈൽ സിറ്റിയും ഇൻഡസ്ട്രിയൽ പോർട്ടും കൊമേഴ്സ്യൽ പോർട്ടും ഒക്കെയാണ് ഈ കാണുന്നത്. ഇത് ബോദൽ. അപ്പോൾ ബോദൽ അപ്പാർട്ട്മെൻറ്റും പിന്നെ ഹോട്ടലുമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫുൾ വീഡിയോ കാണണേ. അതുപോലെ ഫുൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ എല്ലാം. വിത്തൗട്ട് സപ്പോർട്ട് ഞങ്ങൾക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. പുതിയ വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ബൈ ബൈ.